ആർട്ട് വർക്കുകൾ 1400 രൂപ മുതലാണ് പ്രൈസ് ആരംഭിക്കുന്നത്. സ്റ്റാർട്ടിംഗ് 450 രൂപ 450 മുതൽ ഈ സാധനം കൊടുക്കാൻ പറ്റുമോ? 3500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുതൽ 10,000 രൂപ വരെ വിലയുള്ള സാധനങ്ങൾ മോഡലിന്റെ 200 രൂപ മുതലാണ് ഇവിടെ വേസ്റ്റുകളുടെ പ്രൈസ് ആരംഭിക്കുന്നത്. നമുക്കൊരു 2000 റേഞ്ചില് 100 രൂപ മുതലാണ് ഇതുപോലുള്ള പ്ലാന്റ്സ് ലഭിക്കുന്നത്. ഇതിനകത്തേക്ക് എന്ത് കളറാണോ കൊടുക്കുന്നത് അത് വരും. ഡോറിന്റെ ഡിസൈൻ അന്വേഷിച്ച് തെരഞ്ഞ് നടക്കണ്ട, നേരെ സെലക്ട് ചെയ്ത് വെച്ച ഡോർ ഗ്രാൻഡ് ആയി. ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വളർന്നു കിട്ടും. ഇതാ കത്തുന്ന ലാമ്പ് ചെറുത്, പശ ഒട്ടിക്കൊന്നും വേണ്ട, നേരെ ഒട്ടിച്ചാൽ ആ ഡിസൈൻ ആയി. ഒരു 4-5 വെച്ച ഒരു വാൾ ഡിസൈൻ കഴിഞ്ഞു. ചെറിയ പൈസക്ക് ഇന്റീരിയർ. ഇത് ഗ്ലാസ് വരുമ്പോഴേക്ക് ഒരു 500 രൂപ റേഞ്ചിൽ വരും. പക്ഷെ അതിന്റെ PVC റേഞ്ചൊക്കെ ഒരു 250 രൂപ അത്രേ വരുന്നുള്ളൂ. ഈ കാണുന്നത് പറിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഈ മാർബിൾ ഡിസൈൻ നിങ്ങൾക്ക് വോളിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഏരിയകളിലൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെ. 200 രൂപ മുതലാണ് ഇതുപോലുള്ള ആർട്ട് വർക്കുകൾ വരുന്നത് അല്ലെ. ബെഡ് കോട്ടൊക്കെ ഇപ്പോ ഇതാ പ്ലൈവുഡിൽ അല്ലെങ്കിൽ WPC മൾട്ടിവുഡിലൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഹെഡ് ബോർഡിൽ ഇതാ ഈ പീസ് കൊണ്ടേ നേരെ അങ്ങ് വെച്ചാൽ ഒട്ടിച്ചാ പണി തീർന്നു. TV ഡിസൈൻ ഒക്കെ കൊടുക്കുമ്പോൾ നേരെ നമുക്ക് അതങ്ങ് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ കാണുന്നതെല്ലാം. 3500 രൂപ മുതലാണ് ഇതുപോലുള്ള ഗാർഡനുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാണുന്ന സ്റ്റോൺ വിനീറിന് സ്ക്വയർ ഫീറ്റ് 150 രൂപ മുതലാണ് പ്രൈസ് ആരംഭിക്കുന്നത്. 3750 അക്രലിക് ഷീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. 2000 രൂപക്കൊക്കെ ഒരു വാളിന്റെ ഡിസൈൻ മൊത്തം കഴിഞ്ഞു. അത്ര സിമ്പിൾ ആയിട്ട് ഇന്റീരിയർ ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും എങ്ങനെ ഒരു കിച്ചണിൽ അപ്ലൈ ചെയ്യണം എന്നാണ് ഈ സാമ്പിളുകൾ. 2 കിച്ചൺ ഇവിടെ ഉണ്ട് അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വിത്ത് ഒരു കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഒരു ഡെമോ ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഓർഡിനറി പുൾ ഔട്ട് ആണ്. ഓക്കെ, ഒരു ബോക്സ് ടൈപ്പിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഡോറുകളിൽ എന്തെല്ലാം ആക്സസറി വരുന്നു എല്ലാം കൊടുക്കുന്നു. ഒരുപാട് നമുക്ക് കോർണർ വേസ്റ്റ് ചെയ്യാതെ ഒരുപാട് സംഭവങ്ങൾ കൊടുക്കാനുള്ള ആക്സസറി ഇതാ ഇതിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. വലിയ സ്റ്റോർ റൂമിലേക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന നല്ല അടിപൊളി പാൻട്രി യൂണിറ്റ് ആണ് ഈ കാണുന്നത്. ഇതാണ് മെയിൻ ഐറ്റം. അയൺ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിനകത്ത് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇവിടുന്ന് അയൺ ചെയ്തതിനു ശേഷം അയൺ ബോക്സ് ഇവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയുടെ ഏറ്റവും പ്രധാന ഭാഗമായ ഇന്റീരിയറിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അപ്ഡേഷനുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എവിടുന്ന് വാങ്ങാൻ പറ്റും, ഇതൊക്കെ തന്നെയല്ലേ സംശയം. ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ് ഇന്റീരിയറിന്റെ എല്ലാ പ്രൊഡക്റ്റും. ബേസിക് ആയിട്ടുള്ള പ്ലൈവുഡുകൾ, മൈക്കകൾ, മൾട്ടിവുഡ്, WPC അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ. അത് മാത്രമല്ല ഒരു കിച്ചൺ എങ്ങനെ ചെയ്യണം, അതിലേക്ക് വേണ്ട എല്ലാ ആക്സസറീസും, പുതിയ തരം മെറ്റീരിയൽസും, ഇനി വീടിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ആവശ്യമായിട്ടുള്ള ലോക്കുകള്, ആക്സസറീസ്, നിരവധിയായ ഐറ്റംസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് റെയിൻബോ ഹബിന്റെ അണ്ടറിലുള്ള ഡിസൈനെക്സ് ഗാലറിയിലാണ്. തിരുനാവായാണ് കേട്ടോ ഷോറൂം. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഇന്റീരിയറിന്റെ ഡിസ്പ്ലേ ഷോറൂമാണ്. പ്രൊഡക്റ്റുകൾ നമുക്ക് തൊട്ടറിഞ്ഞ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി ഷോപ്പുകളും വീഡിയോസും പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. ഈ നിളയുടെ തീരത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മളെ ഡയറക്ടേഴ്സിലൊരായ ഉസ്മാൻ കെ കൂടെ ഉള്ളത് അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം മലപ്പുറം ജില്ലയിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. ഇവിടെ വന്നപ്പോൾ എന്തെല്ലാം ഇവിടെ കാണുന്നത്. ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇത്രയും വലിയൊരു സ്ഥാപനം കുറെ ആയോ തുടങ്ങിയിട്ട്? ഇവിടെ ഇത് നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 10-15 വർഷത്തോളമായി. 15 വർഷമായി. പക്ഷേ നമ്മുടെ ഇതൊരു അഡീഷണൽ നമ്മളിപ്പോ തുടങ്ങുകയാണ്. ഈ ഒരു സെക്ഷൻ നമ്മുടെ ഇന്റീരിയർ ഫിനിഷിംഗ് സ്റ്റേജിലുള്ള പ്രൊഡക്ട്സ്, നമ്മുടെ തുടക്കത്തിലുള്ള ബേസിക് പ്രൊഡക്ട്സ് നമ്മൾ ഒരു 10-15 വർഷത്തോളം ചെയ്യുന്നതാണ്. പ്ലൈവുഡ്, മൾട്ടിവുഡ് അങ്ങനെയുള്ള ആക്സസറീസ്, ഹാർഡ്വെയർസ് എല്ലാ കിച്ചൺ ആക്സസറീസും, വാട്ടർ ആക്സസറീസ് ഒക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിഫറെന്റ് ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്തിക്, ഹാഫ്ലേ, മറ്റുള്ള എല്ലാ ബ്രാൻഡുകളും ചെയ്യും. ഓക്കെ, പക്ഷെ ഇന്റീരിയറിനെ സംബന്ധിച്ച് ഡെയിലി അപ്ഡേഷനാ. അപ്പൊ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നേ ഇരിക്കണം അല്ലെ. അത് വലിയ അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ ഡിസ്പ്ലേ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മളെ വ്യൂവേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഓരോന്നായിട്ട് കാണിച്ചാലോ? ഓക്കെ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വീട് മനോഹരമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെ, ലൂവേഴ്സ്, WPC ലൂവേഴ്സ്. ഇത് എത്ര വില മുതൽ നിങ്ങൾ കൊടുക്കണ്ടേ? സ്റ്റാർട്ടിങ് 450 രൂപ 450 മുതൽ ഈ സാധനം കൊടുക്കാൻ പറ്റുമോ? 450. എത്ര കളറിൽ വരുന്നുണ്ട്? ഇത് മെയിൻ ആയിട്ട് നമ്മുടെ കയ്യിൽ 2 കളറാണ് ഉള്ളത്. 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റോക്ക് നമ്മൾ ചെയ്യുന്നത് 2 കളറാണ്. 2 കളറാണ്. ഓർഡർ പ്രകാരം ഈ വുഡിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് കുറച്ച് അവൈലബിൾ ആണ് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും നല്ല മോഡൽ എക്സ്റ്റീരിയർ ആണ്. നനഞ്ഞ ഒരു പ്രശ്നമില്ല. കംപ്ലീറ്റ് എക്സ്റ്റീരിയർ ക്വാളിറ്റി ഉണ്ട്. ഹെവി സാധനമാണ്. ഓക്കെ, ഇതൊക്കെ വേറെ മോഡലാണ്. ഇതൊക്കെ ചാർക്കോൾ ലൂവേഴ്സ് ആണ് അല്ലേ. ഇതിനടുത്ത് മെറ്റലും കൂടെ വന്നിട്ടുണ്ട്. പുതിയ മോഡലാണ്. SS വരുന്നതാണ്. SSL ഗോൾഡ് കളർ ഉണ്ട്, SS കളർ ഉണ്ട്, പിന്നെ റോസ് ഗോൾഡ് ഉണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് ഉണ്ട്, പക്ഷേ ബ്ലാക്കിന് ഗ്യാപ്പിലുണ്ട്.
ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ മോഡല് SS വന്നിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ ചെറിയ മോഡൽ ചാർക്കോൾ ആണ് അല്ലെ. ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് 6 ഇഞ്ചിലാണ് അത് വരുന്നത്. ഇതിന്റെ ഓരോന്നും ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട് ഇതില്. അപ്പൊ ഹൈറ്റ് ഒന്നും തന്നെ ആയിരിക്കും അല്ലെ. നമ്മൾ റൂമിന്റെ ഹൈറ്റ് ഇതാണ്. ഇതൊക്കെ അടിപൊളിയാണല്ലോ, പുതിയ വന്ന മോഡലാണ്. ഇങ്ങനെ നമുക്കൊരു ആരോ ഷേപ്പിൽ പ്രൊജക്ഷൻ ഉള്ള മോഡലാണ്. അതുപോലെ ഗോൾഡൻ സ്ട്രിപ്പ് വരുന്ന മോഡല്, ഇങ്ങനെ പല പല മോഡൽ വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ലൂവേഴ്സിൽ ഒരുപാട് അപ്ഡേഷൻ ഉണ്ട്, ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ട്. നമ്മൾ ഇതിങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെക്കാൻ സ്പേസ് കൺസേൺഡ് ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയറിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറും ചൂസ് ചെയ്യാം. ഇതൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് മനോഹരമാക്കാനുള്ള ഐഡിയാസ് ആണ്. ഇതാ ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ, നല്ല സ്റ്റോൺ ആണത്. അതായത് സ്റ്റോൺ വിനീറിന്റെ ഒരു വെറൈറ്റി ആണ്. സ്റ്റോൺ വിനീർ അതായത് നാച്ചുറൽ സ്റ്റോണിന്റെ ലേയേഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ മോഡൽസ് ഇല്ലേന്ന് പറയും. ഇല്ലേ, ഓക്കെ. അതിനകത്ത് ഈ സ്ട്രിപ്പും കൂടെ കൊടുത്തപ്പോ അടിപൊളിയായി അല്ലേ. ഇത് എവിടെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വാളിൽ TV ഏരിയകളിൽ ലിവിങ്ങിലൊക്കെ സ്പെഷ്യൽ സെലക്ട് ചെയ്ത വാളിൽ നേരെ കൊടുക്കാം അല്ലെ. ഇത് പ്ലേയില് നേരെ ഗം ചെയ്ത് കൊടുക്കാം. പ്ലേയോ WCയോ ഏതിലും കൊടുക്കാം. അതിൻ്റെതായ ഗമ്മും കൂടെ വരുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റോണ് നേരെ അല്ലേ. സ്റ്റോണിന്റെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് സ്റ്റോണിൽ വരുന്നുണ്ട്. സ്റ്റോണിന്റെ റേറ്റ് ഒക്കെ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റോണിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോൺ വിനീർ നോർമൽ വിനീർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 125 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 125 മുതൽ സ്ക്വയർ ഫീറ്റിനാട്ടോ പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് അവിടുന്ന് അങ്ങോട്ട് 400-500 വരെ പോകുന്നുണ്ട്. പല മോഡലുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കാണുന്നതിന് ഇതൊരു വെറൈറ്റി ആയിട്ടാ അല്ലെ. ഇത് സ്റ്റോൺ തന്നെയാണ്. ഇത് സ്റ്റോൺ വിനീർ തന്നെ, പക്ഷേ ട്രാൻസ്പെറന്റ് പറയും. മറ്റേ ലൈറ്റ് പാസിംഗ് ഇല്ലാതെ കാണുമ്പോ ഒന്നുമില്ല കളർ. അതെ, ഇതിനകത്തേക്ക് എന്ത് കളറാണോ കൊടുക്കണത് അത് വരും. വൈറ്റ് കൊടുത്താൽ ഇങ്ങനെ വരും അല്ലേ, യെല്ലോ കൊടുത്താൽ വാമ് കൊടുത്താൽ ഇങ്ങനെ വരും. ഇത് ഈ 4-2 സൈസിലാണോ വരുന്നത്? ഇല്ല, 8-2 സൈസിലാണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് 4 സൈസിൽ വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെയും കൊടുക്കാം. ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വളർന്നു കേട്ടോ. ഇതാ കത്തുന്ന ലാമ്പ് ചെറുത്. വാട്ടർ ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിന് ഒരു ലൈവ്നെസ് കിട്ടും. നമുക്ക് വെള്ളം എന്ന മെയിൻ്റെനൻസ് പ്രശ്നമാണ് താനും, അത് കുറക്കാനുള്ള ഐറ്റംസ് ആണ് അല്ലേ. ഫ്രീ ആണ്. ഇത് ഫൈബർ ആണ് പ്രോഡക്റ്റ്. ഫൈബർ ആണ്, ഒരു പേടിയും പേടിക്കണ്ട. ഇത് എവിടെയും കൊണ്ടുവെക്കാം, പുറത്ത് വെക്കാം, അകത്ത് വെക്കാം. നമ്മൾ ഈ വാട്ടർ ഫീച്ചർ വീട്ടിൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം അത് എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് പറ്റാത്തതാണ്. അതിനുള്ള സൊല്യൂഷൻ ആണ്. നല്ല വലിപ്പമുണ്ടല്ലോ ഇതൊക്കെ. വലുതുണ്ട്, ചെറുത്. നമ്മുടെ ഇതൊരു 3500 മുതൽ സ്റ്റാർട്ടിങ് മുതൽ 10,000 രൂപ വരെ വിലയുള്ള സാധനങ്ങൾ മോഡലുണ്ട്. ഇതിനകത്തൊരു താറാവൊക്കെ അരയണ്ണം വരെ ഉണ്ട് കേട്ടോ. അരയണ്ണം വരെ ഉള്ള ഒരു മോഡലാണ്. വലിയ റേറ്റ് ആവോ? ടച്ച് മിററൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമുക്കൊരു 2000 റേഞ്ചില്. മോഡൽ മിററിന്റെ റേറ്റുകൾ തന്നെ വരുന്നുള്ളൂ. എല്ലാ സ്ഥലത്ത് കൊണ്ടുവച്ച ഒരു ഫീലാ അല്ലെ. അത് പ്രസന്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതെ, നമ്മൾ അങ്ങനെ വലുത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് വലുത് അങ്ങനെ ഒന്നും കൊണ്ടുവയ്ക്കരുത്. മാച്ച് ചെയ്യുന്നതിന് കൊണ്ടുവയ്ക്കാൻ പറ്റുക. ചെറിയ വിലക്ക് കിട്ടുന്നുണ്ടെന്ന് കരുതി നിങ്ങൾ ഇത് അവിടെ ഇവിടെ കൊണ്ടുപോയി വെക്കരുത്. ഓക്കെ, വീട് ഭംഗിയാക്കാൻ അടിപൊളിയായിട്ടുള്ള പ്ലാൻസ്. ചെറുതാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച എന്താ ഭംഗിയില്ലേ. വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ് കാണുന്നത്. ഇത് വുഡൻ വേസിൽ വരുന്നുണ്ട്, അതുപോലെ സെറാമിക്കിൽ വരുന്നുണ്ട്, അതുപോലെ ഇതുപോലെ ഇതെന്താ പറ്റില്ല പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോ റേറ്റ് പ്രശ്നമില്ല. എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭംഗികളെ വാളൊക്കെ അടിപൊളിയാക്കാൻ മിറേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ വരുന്ന മിറേഴ്സ് അത് അല്ലെ. എന്താ സിമ്പിൾ. ആദ്യമൊക്കെ എത്ര പണി എടുക്കണം ഇത് ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ. ഇത് നേരെ വാങ്ങി നേരെ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഇത് റിമൂവ് ചെയ്താൽ ആ ക്ലാരിറ്റി കിട്ടി. ബാക്കിൽ ഗമ്മുണ്ട്. പശ ഒട്ടിക്കൊന്നും കൊണ്ട് നേരെ ഒട്ടിച്ചാൽ ആ ഡിസൈൻ ആയി. ഒരു 4-5 വെച്ച ഒരു വാൾ ഡിസൈൻ കഴിഞ്ഞു. ചെറിയ പൈസക്ക് ഇന്റീരിയർ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അതിൽ കൊടുക്കാം. ഇത് എത്ര രൂപ മുതൽ അതിന്റെ പ്രൈസ്? ഇത് ഗ്ലാസ് വരുമ്പോഴേക്ക് ഒരു 500 രൂപ റേഞ്ചിൽ വരും. പക്ഷെ അതിന്റെ PVC റേഞ്ചൊക്കെ ഒരു 250 രൂപ അത്രേ വരുന്നുള്ളൂ. വീടിന്റെ വാളുകൾ ഭംഗിയാക്കാം, വാൾപേപ്പർ ഉപയോഗിക്കാന്ന് വിചാരിച്ച ചെലവാകുമെന്ന ഒരു 800 രൂപക്ക് റോള് നിങ്ങൾക്ക് അങ്ങ് കിട്ടും. നേരെ കൊണ്ട് ഒട്ടിച്ച ഡിസൈൻ ആയില്ലേ. നമ്മുടെ UV അക്രിലിക് ഷീറ്റ് വരുന്നുണ്ടല്ലോ, അതിന്റെ മോഡലായിട്ട് സെൽഫ് സ്റ്റിക്കിംഗ് ആയിട്ട് സെൽഫ് അഡിസീവ് ആട്ടോ വരുന്നത്. നേരെ ഈ കാണുന്നത് പറിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഈ മാർബിൾ ഡിസൈൻ നിങ്ങൾക്ക് വോളിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഏരിയകളിലൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെ. ഇത് അതേപോലുള്ള ഒരു വാൾപേപ്പർ ആണ്. പക്ഷേ ഇതൊരു ക്ലോത്ത് ഫാബ്രിക് ഡിസൈൻ. ഓ, ഈ ഒരു ഫാബ്രിക് സെൽഫ് അഡിസീവാ. നമുക്ക് നേരെ ഗമ്മ് കിട്ടും. ഇതിപ്പോ നമ്മളെ ഒരു ബെഡ് കോട്ടൊക്കെ ഉണ്ടാക്കുക, അതിന്റെ ഹെഡ് ബോർഡിൽ നല്ല ഡിസൈൻ വേണോ, നമുക്ക് നല്ല ചെലവാണോ, സിമ്പിൾ നേരെ
കൊണ്ട് അങ്ങ് ഒട്ടിക്കാം, നമുക്ക് തന്നെ ഒട്ടിക്കാന്നേ, അത്ര സിമ്പിൾ ആണ് അല്ലേ. അതേപോലെ ഒരു 900 രൂപ സ്റ്റാർട്ടിങ് വരുന്നുള്ളൂ. വെറൈറ്റി അല്ലേ, ആർട്ട് വർക്കുകൾ കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇത് മാത്രമല്ല കേട്ടോ, വലിയ ആർട്ട് വർക്കുകൾ 200 രൂപ മുതലാണ് ഇതുപോലുള്ള ആർട്ട് വർക്കുകൾ വരുന്നത് അല്ലെ. ഒരുപാട് സൈസിൽ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീടിന്റെ വാളുകളിലാണെങ്കിലും ഹെഡ് ബോർഡിലാണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റിയ വെറൈറ്റി അല്ല ഫാബ്രിക് പാനലുകളെ കാണുന്നത് അല്ലെ. എന്താ ഫീൽ, ഇത് തൊട്ട ഫാബ്രിക് തന്നെ അല്ലെ, പ്രൊജക്ഷൻ ഫാബ്രിക് തന്നെയാണ്. ഫാബ്രിക് ആണ്, തിക്നെസ് കുറവാണ് കേട്ടോ. അതായത് നമുക്കിത് ഒട്ടിക്കാൻ പറ്റൂ അല്ലെ, ഡയറക്റ്റ് ആയിട്ട്. നമ്മൾ ബെഡ് കോട്ടൊക്കെ ഇപ്പോ ഇതാ പ്ലൈവുഡിൽ അല്ലെങ്കിൽ WPC മൾട്ടിവുഡിലൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഹെഡ് ബോർഡിൽ ഇതാ ഈ പീസ് കൊണ്ട് നേരെ അങ്ങ് വെച്ചാൽ ഒട്ടിച്ചാ പണി തീർന്നു. ഇനി അതല്ല, വാൾ പാനലുകളിൽ നല്ല ഡിസൈൻ ആയിട്ട് കൊടുക്കാം. ഇത് സൗണ്ട് പ്രൂഫ് ആയിരിക്കും കേട്ടോ, എക്കോ ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഇത് ഇതാ പല മോഡലിൽ വരുന്നുണ്ട്, പല ഡിസൈനിൽ വരുന്നുണ്ട്, പല സൈസിൽ വരുന്നുണ്ട്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 8 അടിയാണ് വരുന്നത്. 8 അടി 8.4 വരുന്നുണ്ട്. ഇനി എത്ര രൂപ മുതൽ അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 8.2 ഒരു 3500 മുതൽ 3500 രൂപ മുതൽ നിങ്ങൾക്ക് ഒരു വലിയ വർക്കിന്റെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണിത്. ഷീറ്റ് എന്താ ഗോൾഡൻ കളറിൽ വന്നു. ഫുൾ സൈസ് അല്ല, ഇത് 8x4 ആണ്. 8x4 ആണ് റിപ്പിൾ ഷീറ്റ് വരുന്നത്. അതുപോലെ മെറ്റാലിക് ആണ് കേട്ടോ. ഓ എന്താ ഇതിന്റെ ഭംഗി. ഇത് നേരെ അങ്ങ് കൊടുത്താൽ ഒരു വാളിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആണ്. ഇത് ഒന്നിനും പ്രശ്നം വരുന്നില്ല, ചെതലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. കാരണം ഇത് മെറ്റൽ തന്നെയാണ്. ഇതൊരു സ്റ്റോൺ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് മെറ്റലാണ്. ഇതൊക്കെ നേരെ ഒട്ടിക്കാം. നമ്മൾ ഹീറ്റെക്സിൽ ഒട്ടിച്ചുകൂടെ? അതൊക്കെ ഹീറ്റെക്സിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ വാള് ക്ലിയർ ആയി. നമുക്ക് കൂടുതൽ മൈക്ക ഡിസൈനിലേക്കൊന്നും പോകണ്ട. സിമ്പിൾ ആയിട്ട് പാനലിംഗ് ഇപ്പോൾ ഒരുപാട് വളർന്നിരിക്കുകയാണ്. അതിൽ വരുന്ന വേറെ വെറൈറ്റി ഐറ്റംസ് ആണ് ഈ കാണുന്നത്. ഇതെല്ലാം ചാർക്കോൾ പാനലുകളാണ്. ചാർക്കോൾ പാനലൊക്കെ എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 3000 മുതലാണ്. HDHMR ഷീറ്റുകൾ പോലെ ഉണ്ടല്ലോ, ആണല്ലേ? നേരെ നമ്മൾ TV ഡിസൈൻ ഒക്കെ കൊടുക്കുമ്പോൾ നേരെ നമുക്ക് അതങ്ങ് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ കാണുന്നത്. ചാർക്കോൾ തന്നെയാണ്. ഇത് ഫാബ്രിക്കും ആണ് കേട്ടോ, ലെതർ ഫിനിഷ് ഫാബ്രിക് ആണ് ഈ കാണുന്നത്. ഒരു ഫോറസ്റ്റിൽ പോയ ഫീലിംഗ്. എന്താ സിമ്പിൾ അല്ലേ, നമുക്ക് നേരെ വാങ്ങിക്കൊണ്ടേ അങ്ങ് വെക്കാം. ഇത് ഓരോ പീസുകളാട്ടോ, ഗാർഡൻ ഡിസൈൻ ഉപയോഗിക്കാം. 1 മീറ്റർ സൈസുള്ള ഡിസൈൻ ആണ്. 1 മീറ്റർ ആണ്. അതായത് വെർട്ടിക്കൽ ഗാർഡൻ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ഐഡിയ ആണ്. പല കളറിലുള്ള പാറ്റേൺ ഇതിനകത്തുണ്ട്. 4 പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. നേരെ വീടിന്റെ ഗാർഡനുകളിൽ കോർട്ട്യാർഡ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐഡിയകളാണ് കേട്ടോ. എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? 3500 മുതൽ. ഇത് എക്സ്റ്റീരിയർ യൂസ് ആണ്, UV പ്രൊട്ടക്ടർ ആണ്. അതായത് ഇതിന്റെ കളർ ഒന്നും ഫെയ്ഡ് ആവില്ല. വെയിലും മഴയും കൊണ്ടോ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നനച്ച് ക്ലീൻ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. നല്ല മിറർ ഫീല് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇത് മിറർ അല്ല, ഇത് അക്രിലിക് ആണ്. ഡിസൈൻഡ് അക്രിലിക് ആണ്. ഈ പാറ്റേണുകൾ ഇതിനകത്ത് വരും. ഇത് നേരെ പാറ്റേൺസിന്റെ നമ്മുടെ കാറ്റലോഗ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 4 ഐറ്റം മാത്രമേ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളൂ. ഒരു ഏകദേശം 25-30 വെറൈറ്റി ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. ഇത് കൊണ്ടിട്ട് നേരെ ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ കാണുന്ന ആളുകള്, ഇതൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഡിസൈൻ വേണമെങ്കിൽ ഒരു വാളില് അല്ലെങ്കിൽ ഒക്കെ ചെയ്യണമെങ്കിൽ ഇതിന്റെ താഴെ പാനൽ വേണം, അതിൽ സ്റ്റിക്ക് ചെയ്യാം. ഒന്നും കൂടി ഇത് ആൾറെഡി പ്ലാസ്റ്റിക് കവേർഡ് കൂടുതലുണ്ട്. അതെ, ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ ഉണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ കാണുന്നത്. അങ്ങനെയല്ല, അതിന് ഫിനിഷ് ഒന്നും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഒരുപാട് പാനലുകൾ ഉണ്ട്. നമ്മളെല്ലാം കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ സമയം തികയില്ല. പക്ഷെ ഈ ഒരു സ്റ്റോൺ പറയേണ്ടിയിരിക്കുന്നു അല്ലെ. ഇത് സ്റ്റോൺ ആട്ടോ വരുന്നത്. സ്റ്റോൺ വിനിയറോ സൈസ് വരുന്നത്. നേരത്തെ നമ്മൾ സ്റ്റോണിന്റെ വിനിയർ ചെറുത് കണ്ടിരുന്നു. ഇത് വലിയ 8x4 നമുക്ക് നേരെ TV വാളിലൊക്കെ കൊണ്ടുപോയി സ്റ്റിക്ക് ചെയ്യാം. ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസൈൻ വരുന്നത് ഒന്ന് ലിവിംഗിൽ, അതുപോലെ TV ഏരിയയിൽ, ഹാളിലൊക്കെ ആണല്ലോ. ആ വരുന്ന ഏരിയകളിൽ വലിയ വാളുകളിൽ നേരെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് ഈ കാണുന്നത്. രൂപ മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്ക്വയർ ഫീറ്റ് 150 രൂപ. 150 അല്ലേ. സ്ക്വയർ ഫീറ്റിലാണ് ഇതിനൊക്കെ പ്രൈസ് വരുന്നത്. ഈ ഇന്റീരിയറിൽ മൈക്ക കൂടാതെ വിനീർ ഉപയോഗിച്ച് ലാമിനേറ്റ് ചെയ്യാറുണ്ട്. അതിൽ നല്ല ഒന്നാം തരം നാച്ചുറൽ വുഡ് ഉപയോഗിച്ചാൽ ചെയ്യുക അല്ലെ. അതിന്റെ സാമ്പിളുകളാണ് ഇവിടെ കാണുന്നത്. നാച്ചുറൽ വിനീറുകളാണ്. നമുക്ക് ഒറ്റ നോട്ടത്തില് തേക്ക് തന്നെ നമ്മളെ മൈൻഡിൽ വരുള്ളൂ. എന്നാൽ തേക്ക് ഫിനിഷ് അല്ലാതെ വ്യത്യസ്ത ഫിനിഷിൽ വുഡ് വെനീർ ലഭിക്കും, കളറിൽ ലഭിക്കും അല്ലേ. അതിന്റെ സാമ്പിളുകളാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഇതിലേക്ക് പോളിഷ് അല്ലെങ്കിൽ അതിന്റെ ഒരു പോളിഷ് കൂടെ ചെയ്യുമ്പോൾ പോളിഷ് ചെയ്യണം കേട്ടോ. അത് നാച്ചുറൽ ആണ്. ഇത് ചെറിയ തിക്നെസ്സിൽ വരുന്ന ആൾ പറയാൻ പോകുന്ന അക്രലിക് ആണ്. വീടുകളിൽ അക്രലിക് ഇന്റീരിയറിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫുൾ ഷീറ്റുകളുടെ സൈസ് ആട്ടെ കാണുന്നത്. 8x4 ഫ്ലൂട്ടഡ് അക്രലിക് ആണ് അല്ലേ. ഫ്ലൂട്ടഡ് ഗ്ലാസ് അല്ല, ഫ്ലൂട്ടഡ് അക്രലിക്. അതിന്റെ കളറുകളുണ്ട്, പ്ലെയിൻ അക്രലിക് ഉണ്ട്,
അതാ വേറെ വൈറ്റിൽ ഞാനൊന്ന് കാണുന്നുണ്ടല്ലോ, ഇതൊന്ന് നേരെ കാണിക്കാം അല്ലേ. ഫ്ലൂട്ടഡ് അക്രലിക് ആണ് കേട്ടോ ഈ കാണുന്ന വൈറ്റില്. ഈ അക്രലിക് ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രൈസ്? അക്രലിക് നമുക്ക് 3,750 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. PVC ഷീറ്റുകൾ ഉപയോഗിച്ചും കിച്ചണുകളാണെങ്കിലും ലാമിനേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ച് പ്രൈസ് റേഞ്ച് കുറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അക്രലിനേക്കാൾ കുറവായിരിക്കും, എന്നാൽ മൈക്കയേക്കാൾ കൂടുതലുമായിരിക്കും അല്ലേ. ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ നല്ലൊരു ഐഡിയ ആണ്. PVC ഷീറ്റുകൾ നമുക്ക് എഡ്ജൊന്നും അങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നം അതെ, നമ്മൾ കാർപ്പന്റേഴ്സിനെ ഇത് മടക്കി ഒട്ടിക്കാം എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ഇത് മാരകായുധങ്ങൾ പിടിച്ചിരിക്കുകയല്ല കേട്ടോ. ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്ന ആയുധങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു മിനിയേച്ചർ ആന്റിക് ആർട്ട് വർക്ക് അല്ലെ. അത് വലിയ രീതിയിൽ വാളുകളാണെങ്കിലും തോക്കുകളാണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട്. പല സൈസിൽ വരുന്നുണ്ടല്ലോ അല്ലെ, പല മോഡലിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഒക്കെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് എത്ര രൂപ മുതൽ ഇതുപോലെ തോക്കുകളൊക്കെ കിട്ടും? തോക്കുകളൊക്കെ ഒരു 1,500 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. അതായത് നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ഫീൽ ആണ് അല്ലെ. അവിടെ സ്റ്റാൻഡ് മിറർ ആണ്, നമുക്ക് വെയിറ്റ്ലെസ് ആണ്, ഇത് ഈസി ആയിട്ട് കൊണ്ടുപോയി വെക്കാം. നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്ത് പോകും. വീട്ടിൽ 3D വാളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ ചിലവാ, പക്ഷെ അത് ചെറിയ പൈസക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഈ കാണുന്നല്ലോ പ്യൂർ സ്റ്റോൺ ആണ് ഈ കാണുന്നത്. അതുപോലെ 3D പാനലുകൾ അല്ലേ. ഇത് തന്നെ സെൽഫ് അഡ്ഹസീവ് വരുന്നുണ്ട്, സെൽഫ് അഡ്ഹസീവ് അല്ലാത്ത വരുന്നുണ്ട്. ഇത് നേരെ സ്റ്റിക്കർ ഒട്ടിക്കാം, അത്രേ ഉള്ളൂ. എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? 350 രൂപ മുതൽ സ്റ്റാർട്ടിങ്. 350 രൂപ ക്ലിയർ ആയി. ഇതൊരു 4 സ്ക്വയർ ഫീറ്റ് ആണ്. 4 സ്ക്വയർ ഫീറ്റ് അതിന്റെ സൈസ് വരുന്നുണ്ട്. 2 സൈസാണ് വരുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു 2000 രൂപക്കൊക്കെ ഒരു വാളിന്റെ ഡിസൈൻ മൊത്തം കഴിഞ്ഞു. അത്ര സിമ്പിൾ ആയിട്ട് ഇന്റീരിയർ ചെയ്യാം. അതാണ് ഈ കാണുന്ന ഐഡിയാസ്. ക്ലോക്കുകളുണ്ടല്ലോ, വെറൈറ്റി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്റ്റൈലിലെ ഇതുപോലുള്ള ക്ലോക്കുകൾ വരുന്നുണ്ടല്ലോ. സ്കെൽട്ടൺ ടൈപ്പ് വലുത്. ഇത് എന്താ വലുപ്പം. ഇതിനൊക്കെ എത്ര വില വരുന്നത്? ഇതൊരു 1200 മുതൽ സ്റ്റാർട്ടിങ്. ഇതുപോലെ ഡിസൈൻഡ് ക്ലോക്കുകൾ അല്ലെ. അതാണ് ഈ ഒരു സെക്ഷനിൽ കാണുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് ആക്സസറീസ് ഉണ്ട്, നിരന്ന് കിടക്കുകയാണ്. സൈക്കിളൊക്കെ അടിപൊളിയാണല്ലോ. വുഡൻ ക്ലോക്ക് ഇവിടെ വരുന്നത്. ഇതൊരു ഒറിജിനൽ നാച്ചുറൽ വുഡാണ്. അതുപോലെ ഇതുപോലെ ട്രോഫി പോലെ വരുന്ന മോഡലുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇതൊക്കെ ഇതാ അവിടെ ഉണ്ട്. വോൾ ആർട്ടുകൾ ആദ്യം ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി വലിയ മോഡലുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ. വലിയ മോഡലുകൾ വരുന്നത് വോൾ ആർട്ടിൽ. അതുപോലെ ആക്സസറിയിൽ ചെറിയ നല്ല നമ്മൾ തിരഞ്ഞാൽ കിട്ടാത്ത വേസസ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. വേസുകൾ വേസുകളുടെ മോഡലാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് മോഡലുണ്ട്. ഇതുപോലെ വേസുകൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപ മുതൽ നിങ്ങൾക്ക്? ഒരു 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇനി വേസ് മാത്രമല്ല, വിത്ത് ലൈറ്റ് വരുന്ന മോഡലുകൾ കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ലൈറ്റ്. ഇതൊക്കെ ഹെഡ് ബോർഡിന്റെ അല്ലെങ്കിൽ നമ്മൾ സൈഡ് ടേബിളിൽ കൊടുക്കാം അല്ലെ, അടിപൊളിയായിട്ടുള്ളതാണ്. ഇനി വലിയ ഇതിനെന്താ ശരിക്കും പറയേണ്ടത്? ഫയർ ബോക്സ് എന്ന് പറയണോ? ഫയർ ലാമ്പ് എന്ന് പറയാം. ഫയർ ലാമ്പ് എന്ന് പറയാം. ആക്ച്വലി ഇത് പവറിലാണ് ഇത് ഇങ്ങനെ കത്തുന്നത് അല്ലേ. ശരിക്കും ഇത് കത്തുന്നേ ഇല്ല, നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തേ കാണാം. ഇത്ര ഉണ്ടാവുള്ളത്. 1500 മുതൽ അങ്ങോട്ട് ആ റേഞ്ച് വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതാ ഇതൊരു സംഭവം കണ്ടില്ലേ. ഇത് കത്തിക്കാൻ പറ്റുന്ന മോഡലാണ്. കത്തുന്നതാണ്, കത്തൂല്ലേ, കത്തിക്കാൻ പറ്റുന്ന മോഡൽ. ഇതാ കത്തുന്നു, കണ്ടില്ലേ. വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡിലുകൾ മുമ്പൊന്നും വലിയ സൈസിൽ കിട്ടിയിരുന്നില്ല. ഇപ്പൊ വലിയ ഹാൻഡിൽ വുഡിലാണെങ്കിലും മെറ്റലിലാണെങ്കിലും അവൈലബിൾ അല്ലേ. നമുക്ക് പിന്നെ റോസ് ഗോൾഡ് എല്ലാം PVD ഫിനിഷ് ആണ്. PVD ഫിനിഷ് മീൻസ് കളർ ഗ്യാരണ്ടിയാണ്. ഇത് നമ്മൾ 5 ഇയേഴ്സ് വരെ നോർമൽ ലൈഫ് ഉണ്ട്. ഗ്യാരണ്ടി ആയിട്ട് പറയാൻ നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം. ഇതിനൊക്കെ ഈ വാർഡ്രോബിനൊക്കെ ഇതുപോലുള്ള ഹാൻഡിലുകൾ നമ്മളൊക്കെ ഒരുപാട് അന്വേഷിച്ച് നടന്നത്. അത് ആ ഗോൾഡിലൊക്കെ വന്നിരിക്കുകയാണ് പോലെ. ഇത് എത്ര ഫീറ്റാണ്? 4 ഫീറ്റാണ്. 4 ഫീറ്റ്. ഇത് വുഡ് ആണെങ്കിലും ആ സൈസിൽ ലഭിക്കും. ഇതുപോലുള്ള ഹാൻഡിലുകൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഇത് ചുരുങ്ങിയതൊരു 800 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. PVD കോട്ടിങ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വലിയൊരു ഹാൻഡില്. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം 2 ഡോറിന്റെ കറക്റ്റ് പൊസിഷൻ ചെയ്താൽ ഈ ഒരു ഡിസൈൻ കിട്ടും. റോസ് ഗോൾഡിലൊക്കെ ഇതുപോലെ വരുന്ന ഒരു നല്ല ഐഡിയ ആണ് കേട്ടോ ഹാൻഡിലിൽ. അപ്പോൾ ഹാൻഡിൽ ചോദിച്ചു വന്നാൽ ഒരു വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങോട്ട് നോക്കിയാലേ കസ്റ്റമർ കൺഫ്യൂസ് ആവാൻ നോക്കിയാൽ മതി. പക്ഷെ ഈ കാണുന്നത് ഡോറിന്റെ ഹാൻഡിലുകളാണ്. ഡോറിന്റെ ഹാൻഡിൽസിൽ പ്രീമിയം കാറ്റഗറിയാണ്. അടിപൊളി ഹാൻഡിലാണല്ലോ. ഇപ്പൊ വരുന്ന ഡോറിനൊക്കെ ഇതുപോലെ ഹാൻഡിലുകൾ കാണുന്നുണ്ട് കേട്ടോ. വെറൈറ്റികളാണ്. ക്യാബിനറ്റ് ഹാൻഡിൽസിലും ഇതാ വുഡ് മിക്സ് ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഹാൻഡിൽസ്. ചെറിയ നോബ് പോലെ നോബുകളാണ്, മാർബിൾ ഫിനിഷുള്ള നോബുകൾ. ഓക്കെ, ഇനിയിപ്പോ ഇതല്ലാതെ ഡോറിന്റെ ഹാൻഡുകൾ ഉണ്ടല്ലോ, അത് ഇവിടെ ഓൾറെഡി ഉണ്ട് ഒരുപാട് മോഡൽ. അതിൽ കളർ ആയിട്ടുള്ള വരുന്നതാണ് അല്ലേ ഇതൊക്കെ കാണുന്നത്? ഇതെല്ലാം നോർമൽ ലോക്കിന്റെ വെറൈറ്റി PVD ഫിനിഷിംഗ് ഉള്ള
ലോക്സ് ആണ്. ഓക്കെ, ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഹാൻഡിൽ. ഇതാ ഈ കാണുന്ന ഹാൻഡിൽ കണ്ടില്ലേ, ഇതിന്റെ വലുപ്പം എത്രയാ? ഇത് 4 ഫീറ്റ് ആണോ? 4 ഫീറ്റ് ആണല്ലേ? 3 ഫീറ്റ് 2 ഫീറ്റ് വരെ അവൈലബിൾ ആണ്. പക്ഷെ 4 ഫീറ്റ് ആണ് നമ്മൾ ഹൈലൈറ്റ്. ഓക്കെ, നമ്മള് ഈ സ്ക്വയർ ടൈപ്പിലാണെങ്കിൽ വുഡ് ടച്ച് ഉള്ളത് അല്ലേ? എല്ലാ മോഡലും വുഡും ഗോൾഡും മിക്സ് എല്ലാം ഉണ്ട്. ചുരുങ്ങിയത് 1200 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു മോഡലുകളായിട്ട്. ചെറിയ ടൈപ്പ്, വലുതാവുമ്പോഴേക്കും എങ്ങനെയാലും ഒരു 3000 മുതൽ അങ്ങോട്ട് ആ റേഞ്ചിലേക്ക് വരും. ഡോർ ലോക്ക് എന്ന് പറഞ്ഞാൽ കാലം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കല്ലേ. വൈഫൈ വരുന്ന ലോക്കുകളൊക്കെ വരുന്നത് ഇപ്പൊ ഏതൊക്കെ ബ്രാൻഡിൽ വരുന്നുണ്ട്? നമുക്ക് നമ്മുടെ ഈ ബ്രാൻഡഡ് പ്രൊഡക്റ്റിൽ വരുന്നത് മെയിൻ ആയിട്ട് ഏൽ വരുന്നുണ്ട്, ഗോദ്രേജ് ചെയ്യുന്നുണ്ട്, യൂറോപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്പൈഡർ അങ്ങനെ തുടങ്ങിയ നോർമൽ ബ്രാൻഡുകൾ അത് 3-4 ബ്രാൻഡുകളുണ്ട്. ഒട്ടൊന്നും കള്ളനങ്ങ് പൊളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കിടിലൻ ലോക്കുകളാണ് ഈ കാണുന്നത്. ആക്ഷൻ ടെസ്റ്റയുടെ നല്ല ഒന്നാം തരം സ്റ്റുഡിയോ തന്നെ അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ? എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അവരുടെ ആക്ഷൻ ടെസ്റ്റയുടെ ബ്രാൻഡിലുള്ള ഫ്ലോറിംഗ്, പ്രീ ലാമിനേറ്റഡ് ഷീറ്റ്സ്, അക്രിലിക് ഷീറ്റ്സ് എല്ലാം പ്രീ ലാമിനേറ്റഡ് ആണ്. ആക്ഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഇതുപോലെ ഈ ആക്സസറിയിൽ ഇപ്പൊ പെട്ടിരിക്കുകയാണ് ഈ വാഷ് ബേസിൻ അല്ലേ? അത്ര മോഡലാ വരുന്നത്. എല്ലാം നല്ല വർക്കാണ്. എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഇതൊരു 4500 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത്. ഫ്ലൂട്ടഡ് പാനലുകളുടെ ഒരു കളക്ഷൻ ആട്ടോ ഇവിടെയുള്ള. വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. അതിന് പല പല മോഡൽ വെറൈറ്റികൾ നമ്മൾ ഒരുപാട് കാണിച്ചു. അത് കൂടാതെ നിങ്ങൾക്ക് കാറ്റലോഗ് ആയിട്ട് ഇവിടുന്ന് കിട്ടും. ഈ ഫ്ലൂട്ടഡ് പാനൽ ഗ്ലാസ് ഫ്ലൂട്ടഡ് പാനൽ എന്താല്ലേ കളക്ഷൻ. ഇങ്ങനെ ചെറുത് മാത്രമല്ല, എല്ലാം കിട്ടുന്ന ഒരു സ്ഥാപനം. എങ്ങനെ പറയാപ്പത്? എല്ലാം ഒരു കിടക്കില്ല. അതാണ് കറക്റ്റ് കേട്ടോ. കാരണം ഒരു വീടിന്റെ ഇന്റീരിയറിന് എല്ലാം വേണം. അത് കിച്ചണാണെങ്കിലും വേണം, വീടിൻ്റെ മൊത്തം ഡിസൈനിലും വേണം. പക്ഷെ കിച്ചണിൽ ഇവിടെ കുറേ വെറൈറ്റി കാണുന്നുണ്ടല്ലോ. ഈ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും എങ്ങനെ ഒരു കിച്ചണിൽ അപ്ലൈ ചെയ്യണം എന്നാണ് ഈ സാമ്പിളുകൾ. 2 കിച്ചൺ ഇവിടെ ഉണ്ട് അല്ലേ? 2 കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുക. രണ്ടിലും ഫ്ലൂട്ടഡ് അക്രിലിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നോർമൽ അക്രിലിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെ, ഈ കാണാനല്ലേ ഫ്ലൂട്ടഡ് അക്രിലിക് അല്ലേ? ഇതിന്റെ ഹാൻഡിൽ വേറെ അല്ലേ? ഓപ്പൺ ചെയ്ത ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഹിഞ്ചസ് എങ്ങനെ കൊടുക്കണം, ഏത് മോഡൽ കൊടുക്കണം, ഓരോന്നിലും വേറെ ഹിഞ്ചസ് അല്ലേ? സോഫ്റ്റ് ക്ലോസ്, നോൺ സോഫ്റ്റ് ക്ലോസ് അങ്ങനെയുള്ള. അതുപോലെ ലൈറ്റിന്റെ ഫീലും അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ആണോ? അല്ല, അതും വേറെ മോഡൽ, സാധാ ഓർഡിനറി മോഡൽ അതുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വിത്ത് ഒരു കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഒരു ഡെമോ ആട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഡെമോ ഇവിടെ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ആക്സസറി ഉണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ചെയ്യാം. ഇത് നല്ലൊരു ആക്സസറി അല്ലേ? ബ്രാൻഡാണ്. ഇതൊക്കെ എപ്കോയുടെ ആട്ടോ ആക്സസറി വരുന്നത്. വാവ്, നമുക്ക് ഒരുപാട് തിങ്സ് ഇതിൽ വെക്കാം. ഹൈറ്റ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം വേണ്ട അല്ലേ? അതുപോലെ ഷട്ടർ, ഇപ്പോൾ മിക്സി ഒക്കെ ഹൈഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഇത് ലൈറ്റ്, ഇത് ആക്സസറിയിൽ വരുന്നതാണ്. ലൈറ്റ് സിസ്റ്റം എപ്കോയുടെ തന്നെയാണ് അല്ലേ? ഇപ്പൊ താഴെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് ആക്സസറി. ഹാൻഡിലാണ് വെറൈറ്റി ഹാൻഡില്. ഓക്കെ, ഇത് നോർമൽ ഹാൻഡിലിന് ഫുൾ ഔട്ടുകളാണ്. മാക്സ് ഫുൾ ഔട്ട് എന്ന് പറയും. ഇത് മാക്സ് ഫുൾ ഔട്ട് അല്ലേ? ഇതിനകത്ത് ഒരുപാട് യൂണിറ്റുകൾ സെറ്റ് ആണ് അല്ലേ? നിറച്ചുണ്ട് സാധനങ്ങൾ. ഇനി ഇതാ ഓർഡിനറി പുൾ ഔട്ട് ആണ്. ഓക്കെ, ഒരു ബോക്സ് ടൈപ്പിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഡോറുകളിൽ എന്തെല്ലാം ആക്സസറി വരുന്നു എല്ലാം കൊടുക്കും. ആഹാ, വേസ്റ്റ് ബിൻ ആണോ? അങ്ങനെ വേസ്റ്റ് ബിൻ സെറ്റ് ചെയ്യാം. ഇത് മെഷ് കേട്ടോ, വയർ മെഷ് ആണ്. മുമ്പേ ഉള്ള ഒരു മോഡലാണ്. ഈ ടാൻഡം ആയിരിക്കും അല്ലേ? ടാൻഡം. അതേപോലെ കട്ട്ലറി കൊടുത്തിട്ടുണ്ട്. ചെറിയ കട്ട്ലറി ഉണ്ട്, വലിയ കട്ട്ലറി, ബോക്സ് ടൈപ്പ്. ഇവിടെ പ്രൊഫൈൽ സെപ്പറേറ്റ് ആണ്. ആഹാ, ഹാൻഡിലും ഉണ്ട് കേട്ടോ, ഒരുപാട് മോഡൽ വരുന്ന. അതുപോലെ വെയിൻ ബാസ്കറ്റ് അല്ലേ? അത് ഇനി ഇത് ഒരു പുള്ളൗട്ട് വേറൊരു മോഡലാണ്. അപ്പോൾ ഇതൊക്കെ മോഡൽ എന്തിനാ വെച്ചാല് നിങ്ങൾക്ക് ഇത് ഏതാ മോഡലാണ് നിങ്ങളെ വീട്ടിൽ വേണ്ടത് കാണിക്കാനാട്ടോ. ഇവിടെ വരുന്നുണ്ടല്ലോ ഒരുപാട് ആക്സസറി. ഓക്കെ, ഇത് മാജിക് കോർണർ. ഒരുപാട് ഡീറ്റെയിൽ ചെയ്ത് ഒരുപാട് നമുക്ക് കോർണർ വേസ്റ്റ് ചെയ്യാതെ ഒരുപാട് സംഭവങ്ങൾ കൊടുക്കാനുള്ള ആക്സസറി. ഇതിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ രീതിയിലും നിങ്ങൾക്ക് വീടിൻ്റെ കിച്ചണുകളിലെ യൂട്ടിലൈസ് ചെയ്യാം. അതിന് വേണ്ട എല്ലാ ആക്സസറീസും ഉൾക്കൊള്ളുന്ന യൂണിറ്റുകളാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതൊന്നും ഇവിടെ ഉണ്ടാക്കി തരുന്നില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് വേണ്ട ആക്സസറീസ്. അതാണ് ഉദ്ദേശിച്ചത്. വലിയ യൂണിറ്റ്, വീട്ടിലൊരു സ്റ്റോർ റൂമേ വേണ്ട, അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു യൂണിറ്റ് ആണ്. സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്ത് പാൻട്രി യൂണിറ്റ് സെറ്റ് ചെയ്യുക. ഇത്രയും കുറഞ്ഞ സ്പേസിൽ ഇത്രയും വലിയ സ്റ്റോർ. മോഡേൺ കിച്ചണുകൾക്ക് ആപ്റ്റ് ആകുന്ന രീതിയിൽ നല്ല ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലല്ലേ? ലാമിനേറ്റ് എങ്ങനെയാണ് ഫ്ലൂട്ടഡ് അക്രലിക് ആട്ടോ. നോർമൽ അക്രലിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഫ്ലൂട്ടഡ് ഈ 2 മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ്. ഫ്ലൂട്ടഡ് ഗ്ലാസ് UV മാർബിൾ ഷീറ്റ് ഓക്കെ. ഇവിടെ കൊടുത്തൊക്കെ ഒരു സാമ്പിൾ ആണ്. ഇത് തുറന്ന് കാണിച്ചു കൊടുത്തത് നമ്മളെ വ്യൂവേഴ്സിന്. നല്ലൊരു യൂണിറ്റ് ആണ് അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം.
അതുപോലെ ഇതുപോലെ GTPTകൾ സെറ്റ് ചെയ്യാം. അതിന് വേണ്ട എല്ലാ ഡീറ്റെയിലുകളും വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം കേട്ടോ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് വീട്ടിലേക്കുള്ള സൗകര്യങ്ങൾ. അപ്പോൾ വീട്ടിൽ എങ്ങനെ ഈ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങളൊരു സംശയം വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ആക്സസറീസിനും നിങ്ങൾക്ക് ഇവിടെ സാമ്പിൾ കാണാൻ പറ്റും എന്നുള്ളതാണ് ഹൈലൈറ്റ്. വീടുകളിലെ വാർഡ്രോബ് കൊടുക്കുമ്പോൾ സ്ലൈഡിങ് ആക്കാം, ചിലവ് കുറവാണ്, ഈസിയാണ് ഹാൻഡിൽ ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ അത് എങ്ങനെയെന്നല്ലേ, അതിനുള്ള ഡെമോ ആണ് ഈ കാണുന്നത്. പല ടൈപ്പാണ് അല്ലേ, ബ്രാൻഡിന്റെ 6 ടൈപ്പ് ഡിസ്പ്ലേ ഇവിടെ കാണിക്കുന്നത്. അതാണ് അതിന്റെ ചാനൽ കേട്ടോ. നമുക്ക് അതിന്റെ വീല് മേലെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു മോഡലിന്റെ ബാക്കിയുള്ളതൊക്കെ താഴെയാണ് വരിക. അപ്പോൾ അത് സ്ലൈഡിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. ഇങ്ങനെയാണ് അതിന്റെ ഡോർ ഓപ്പണിംഗ് ഉണ്ടാവുക. താഴെ നമ്മൾ പൊടിയൊന്നും പിടിച്ച് കിടക്കൂല ആ ഒരു സിസ്റ്റത്തിന് അല്ലേ. മേലെയാണ് അതിന്റെ മറ്റൊരു മോഡലാണ്. ഇങ്ങനെയൊക്കെയാണ് സ്ലൈഡിങ് വരിക. പക്ഷെ ഈ ഭാഗത്ത് വരുമ്പോ വീണ്ടും മോഡൽ മാറി സ്ലൈഡിങ് ഫോൾഡിങ് ആട്ടോ. സിമ്പിൾ ആയിട്ട് സ്ലൈഡിങ് ഫോൾഡിങ് വരും. വീടുകളിലെ വാർഡ്രോബിന്റെ കൺസെപ്റ്റ് പാടെ മാറി. ഇപ്പൊ വാക്കിംഗ് വാർഡ്രോബ് ആണ് ട്രെൻഡ്. അതിന് വേണ്ട ആക്സസറീസ് ആണ് കാണിക്കുന്നത്. 3 ഡോർ വാക്കിംഗ് വാർഡ്രോബ് ആണ്. അതെ, ഇത് സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അകത്ത് കയറിയാൽ മൊത്തം ആക്സസറീസ് ആണ്. നമുക്ക് ഈ സൈഡിൽ ആദ്യം കാണിച്ചാലോ. ഓക്കെ, ഇത് നമുക്ക് ഈ ഷെൽഫിംഗ് ഉൾപ്പെടെയാണ് വരുന്നത് അല്ലേ. ഇത് 2 ടൈപ്പിൽ നമുക്ക് കബോർഡ് ഉള്ളിൽ സെറ്റിൽ ചെയ്യാം. അതായത് വാക്കിംഗ് വാർഡ്രോബിന്റെ ഉള്ളിൽ 2 കബോർഡ് ടൈപ്പ് വേണമെങ്കിൽ ചെയ്യാം, സ്കെൽട്ടൺ ടൈപ്പ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സെറ്റുകളാട്ടോ. ഡ്രസ്സുകൾ നമുക്ക് ഇടാനുള്ള ഓപ്ഷനുകളാണ് നെറ്റായിട്ട് വരുന്നത്. ഇനി ഷൂറാക്ക് താഴെ വരുന്നു. ഡ്രോയേഴ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നു. ഇതുപോലുള്ള ഹാങ്ങേഴ്സ് ഒക്കെ അതിനകത്തും സെറ്റ് ചെയ്യാം അല്ലേ. ഇതാണ് ഹാങ്ങർ. നമുക്ക് ഡ്രസ്സുകൾ ഹാങ് ചെയ്തതിനു ശേഷം തിരിച്ചു വിടാം. ആ രീതിയിൽ സെറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ജ്വല്ലറി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രസ്സുകൾ ഹാങ് ചെയ്യാം. ട്രൗസർ ഹാങ്ങർ വരുന്നുണ്ട്. അതുപോലെ ക്ലോത്ത് ബാസ്ക്കറ്റ് അങ്ങനെയും വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ട്രൗസർ ഹാങ്ങർ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ബാസ്ക്കറ്റുകളൊക്കെ വരുന്നുണ്ട്, ഹാങ്ങർ വരുന്നുണ്ട്. പക്ഷെ ഇതാണ് മെയിൻ ഐറ്റം. അയൺ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിനകത്ത് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇവിടുന്ന് അയൺ ചെയ്തതിനു ശേഷം അയൺ ബോക്സ് ഇവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട്. നേരെ തള്ളി ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കാനും പറ്റും. വാർഡ്രോബുകൾ പല ടൈപ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒന്ന് ഓപ്പൺ ചെയ്ത് അതിന്റെ ഒരു സിസ്റ്റം കാണണമെങ്കിൽ സ്ഥലമില്ലാത്ത ഏരിയകളിൽ പരിമിതിയുള്ളവർക്ക് ഉള്ളിൽ തന്നെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഒതുക്കി വെക്കാം. ബെഡ് കോട്ട് ടച്ച് ചെയ്യോ, പാസിംഗ് ബ്ലോക്ക് ആവോ എന്നുള്ള ടെൻഷനൊന്നും ഇല്ല. നേരെ ഇതുപോലെ പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ഐഡിയ. ലാൻഡിംഗ് ആയിട്ടുള്ള സിങ്ക് ആട്ടോ കാണുന്നത്. പല മോഡലിൽ വരുന്നുണ്ട്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പിയാനോ ടൈപ്പ് ആട്ടോ വരുന്നത്. ഇതിന് എത്ര രൂപ ഉണ്ടാവും? ഇത് 2 ടൈപ്പിൽ വരുന്നുണ്ട്. പിയാനോ ടൈപ്പ് മീൻസ് ഈ ബട്ടൺസ് പിയാനോ ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. നോർമൽ നോബ് ആയിട്ട് വരുന്നുണ്ട്. നോർമൽ നോബ് ആയിട്ട് വരുന്നത് നമുക്ക് 7000 രൂപ അത്രേ വരുന്നുള്ളൂ. ഇതാകുമ്പോ 9,000 വരുന്നുണ്ട് അല്ലേ. അപ്പൊ വീട് വെറൈറ്റി ആക്കാൻ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ഐറ്റം ആണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ടല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാൻഡിലുകൾ, ഡോർ ഹാൻഡിലൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഭാഗത്തൊക്കെയാണ് തോന്നുന്നത്. അത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ ഒരു എന്താ പറയാ സാധാരണ മോഡലുകൾ, സാധാ ഐറ്റംസ്, ബാസ്ക്കറ്റ് എല്ലാം ജനറൽ ഹാർഡ്വെയർ എല്ലാം ലോക്ക്, ഹിഞ്ചസ്, സ്ലൈഡിങ്, എല്ലാ സാധനങ്ങളും ഇവിടെ, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത ക്ലിയറൻസ് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ തന്നെ വേറെ ഉണ്ട് അല്ലേ. സാധാരണ രീതിയിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ പോയ ആ കടയിൽ നമുക്ക് അത് പ്രസ് ചെയ്തൊന്നും തരില്ല. ഈ ഒരു കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് യൂണിറ്റിൽ വന്ന് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് തരും അല്ലേ. ഇൻസ്റ്റാവുഡ് ഇവിടെ അവൈലബിൾ അല്ലേ. ഇൻസ്റ്റാവുഡിന്റെ നമ്മുടെ വെറൈറ്റിയിൽ 0.55 മുതൽ ഡെൻസിറ്റി PVC, WPC 2 കാറ്റഗറി അവൈലബിൾ ആണ്. ഈ ഒരു സ്ഥാപനത്തിൽ പ്ലൈവുഡുകൾ ഉണ്ട്, മൾട്ടിവുഡ് അതായത് PVC ഉണ്ട്, WPC എല്ലാം അവൈലബിൾ ആണ്. വ്യത്യസ്ത ബ്രാൻഡുകളിൽ എല്ലാം ലഭിക്കും. ഇത് ട്രോജൻ എന്ന ബ്രാൻഡാണ്. ട്രോജൻ ലഭിക്കും അല്ലേ. ഓക്കെ, ഹൈ ക്വാളിറ്റി വരുന്ന മെറ്റീരിയലുകൾ ഉണ്ട്. അത് മാത്രമല്ല PVCയിൽ നമുക്ക് സാധാരണക്കാർക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന മോഡലുകളുണ്ട്. മൾട്ടിവുഡ് അല്ലെങ്കിൽ PVCയിൽ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ. ഇത് നമ്മൾ സാധാരണ ഒരു 10 വർഷത്തോളമായിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ക്വാളിറ്റി വുഡ്. ക്വാളിറ്റി വുഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കാവുന്ന മീഡിയം ക്വാളിറ്റിയിൽ കൊടുക്കാവുന്ന സാധനമാണ്. ഇത് നനച്ചെന്നാണ് കാണിച്ചു കൊടുക്കുക അല്ലേ. നിങ്ങൾക്ക് ഇനി ഒരു സംശയം വേണ്ട, നനച്ച് കാണിച്ചു തരാണ്. ഈ പ്ലൈയിൽ നനഞ്ഞാൽ ഒരു പ്രശ്നം. 30 വർഷം വാറണ്ടി. 30 വർഷം വാറണ്ടിയാണ്.
നനഞ്ഞ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ചെതൽ പിടിച്ചാലൊക്കെ അത് കിട്ടുമോ? ചെതൽ കിട്ടൂല. ചെതൽ വാറണ്ടി കൊടുക്കാൻ വേറെ തന്നെ ആയിരിക്കും. അതായത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും അല്ലേ? അതുപോലെ ഡിസ്പ്ലേ ചെയ്യും. നമ്മളിപ്പോ പരിചയപ്പെടുത്തിയ എല്ലാ പ്രൊഡക്റ്റും റെയിൻബോ ഹബ്ബ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള കാര്യങ്ങളാണ് അല്ലേ? അതെ, റെയിൻബോ ഹബ്ബ് ഗ്രൂപ്പിന്റെ ഇപ്പോൾ അഡീഷണൽ ആയ സ്ഥാപനമാണ് ഡിസൈനേഴ്സ് ഗാലറി. അതിന്റെ അണ്ടറിലാണ് എല്ലാം. നമ്മൾ ഈ വന്നത് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ്. ഈ റോഡ് എങ്ങനെ കറക്റ്റ് അഡ്രസ് ഒന്ന്? തിരൂർ കുറ്റിപ്പുറം റോഡ്. തിരൂർ കുറ്റിപ്പുറം റോഡിലാണ് ഈ ഒരു തിരുനാവായ ജംഗ്ഷൻ തന്നെയുള്ളത്. അതെ, നമുക്ക് നിളയുടെ തീരത്ത് അല്ലേ? ജസ്റ്റ് ഓപ്പോസിറ്റ് പിട്ടാപ്പള്ളി ഏജൻസീസ് വേണമെങ്കിൽ പറയാം. അതെ, അതിന്റെ അടുത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീടിന്റെ ഇന്റീരിയർ നിങ്ങൾ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകില്ല. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഓരോന്നിന്റെ പ്രൈസ് മുതൽ ഓരോ ക്വാളിറ്റി ഡീറ്റെയിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ടച്ച് അല്ലേ? ടച്ച് ഫീൽ ആൻഡ് ബൈ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനം. ഓക്കെ, താങ്ക് യു.